ഈശ്വമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദൈവകൃപ ദൈവവചന അഖണ്ഡ പാരായണത്തിന്റെ 156-ാം ദിനം. ഹോളി ക്രൈസ്റ്റ് ഗ്രൂപ്പിന്റെ വായനയുടെ സമാപനം, തുടർന്ന് ഫാദേഴ്സ് ഗ്രൂപ്പിന്റെ വചന വായന ആരംഭവും. ബഹുമാനപ്പെട്ട ഫാദർ ജോസ് പൂവണിക്കുന്നൽ അച്ഛന്റെ നേതൃത്വത്തിലുള്ള ജപമാലയും കഴിഞ്ഞ് വളരെയധികം ആത്മീയ സന്തോഷം നിറവിലാണ് നാം എല്ലാവരും. ഈ വചന കൂടാരത്തിലേക്ക് വചനം പങ്കുവയ്ക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഫാദർ പീറ്റർ കോയിക്കര അച്ഛനാണ്. ഹോളി ക്രൈസ്റ്റ് ഗ്രൂപ്പിന്റെ ആത്മീയ പിതാവ്, ഈ കൂട്ടായ്മയുടെ തായ്വേര്, ദൈവകൃപയുടെ ക്യാപ്റ്റൻ, കാഞ്ഞൂർ ഫൊറേനയിൽ ആരംഭിച്ച് ഇപ്പോൾ നമ്മോടൊപ്പമുള്ള ഈ വചന പൂന്തോട്ടത്തെ പൂക്കളാൽ സമൃദ്ധമാക്കുവാൻ അച്ഛൻ്റെ നിർദ്ദേശങ്ങളും അച്ഛൻ്റെ കഴിവുകളും അച്ഛൻ്റെ ഇടപെടലുകളും ഞങ്ങളെ ഒത്തിരിയധികം സഹായിക്കുന്നു. അച്ഛന് സ്വാഗതം പറഞ്ഞ് അതിൻ്റെ സൗമാര്യം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും പീറ്റർ അച്ഛ, അങ്ങയോട് ഒരു വാക്ക് പറയുവാണ്. ഈ ഗ്രൂപ്പിൽ വളരെ വേഗത്തിൽ ഉറച്ച സ്വരത്തിൽ ചടപട എന്ന് സംസാരിക്കുന്ന അച്ഛനെ വളരെ ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അച്ഛന് വളരെ സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ, ബഹുമാനത്തോടെ ഈ വചന കൂടാരത്തിലേക്ക് വചനം പങ്കുവയ്ക്കുവാൻ വളരെ ഹൃദ്യമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ജോഷി അച്ഛൻ, തോമസ് പന്തപ്പളാക്കൻ അച്ഛൻ, ഈ ഗ്രൂപ്പിലുള്ള ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനരായ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഈ കൂടാരത്തിൽ തമ്പടിച്ചിരിക്കുന്ന ബാക്കി എല്ലാവർക്കും, പ്രത്യേകിച്ച് ചെറിയച്ഛൻ ചേട്ടനും ചേച്ചിക്കും എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പറഞ്ഞ ഷീല ഉണ്ണി മാഡത്തിന് നന്ദി പറയുന്നു. ബീർരാജൻ, നമ്മുടെ ഒരു ഐഫൺ അച്ഛൻ താഴെ ഉണ്ട് കേട്ടോ. ചോദിച്ചാ നമ്മുടെ ഒരു ഐഫൺ ടി ജോസ് അച്ഛൻ നമ്മുടെ വചന വായനയിലുള്ളതാണ്. അച്ഛനും കൂടി കൂട്ടായ്മയിലുണ്ട്. ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, ആദരണീയരായ അൽമായരെ, അതിൽ ഏറ്റവും ആദരണീയരായ ചെറിയാൻ ലില്ലി ദമ്പതിമാരെ നല്ല ദമ്പതി കുടുംബങ്ങളെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊന്ന് മാറി നിൽക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ മാറിയിരിക്കായിരുന്നു. കാരണം എൻ്റെ വാക്കുകൾ അല്പം ഗഹനമായി പോയി എന്നൊരു തോന്നൽ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ മാറിയത്. അപ്പോൾ വീണ്ടും അത് ചില സമ്മർദ്ദങ്ങൾ വന്നു. അത് അച്ഛൻ തന്നെ സംസാരിക്കണം നല്ലത് എന്നൊരു ചിന്ത വന്നു. ഏതായാലും ആ ചിന്തയുടെ പശ്ചാത്തലത്തിൽ ഞാൻ വേറെ ആരെയും ഇന്ന് ഏൽപ്പിച്ചില്ല. ഞാൻ തന്നെ രണ്ടു വാക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് വചന വായന സ്നേഹത്തിന്റെ ആസ്വാദനമാണ് എന്നൊരു വിഷയമാണ്. വചന വായന സ്നേഹത്തിന്റെ ആസ്വാദനമാണ്, സ്നേഹാനുഭവമാണ്. എന്ത് സ്നേഹം എന്ന് ചോദിച്ചാല് ഒറ്റ മറുപടിയേ ഉള്ളൂ. ഞാനും എൻ്റെ തമ്പുരാനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആസ്വാദന നിമിഷങ്ങളാണ്. അപ്പോ ഏതൊരു സ്നേഹബന്ധത്തിനും ചില ആസ്വാദന ശൈലികളുണ്ട്, ഒഴിവാക്കാൻ പാടില്ലാത്ത ചില വഴികളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുക. തീർച്ചയായിട്ടും മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുക. ആ പഞ്ചേന്ദ്രിയ അനുഭവങ്ങള് ഈ വചന വായനയില് ഏറെ പ്രധാനപ്പെട്ടതാണ്. അത് ആ അനുഭവം, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഈ 5 ഇന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളിലൂടെ ആദ്യം അനുഭവിക്കണം, ആ അനുഭവം പങ്കുവയ്ക്കപ്പെടണം.
കണ്ണുകൊണ്ട് കണ്ട ദൈവത്തെയാണ് നമ്മൾ വായിക്കുന്ന വചനത്തില് അപ്പസ്തോലന്മാര് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. പൗലോസ്ലീഹ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പൊ കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയുടെ ഇന്ദ്രിയത്തിന് പവർ കൂടുതലാണ്. അവരതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവരാ. അതുകൊണ്ട് ആണ് നമ്മുടെ സംസ്കാരത്തിൽ പോലും ഈ പൂന്തിങ്ങൾ വിടരുന്ന അല്ല എന്തുകൊണ്ടാണ് എനിക്കറിഞ്ഞൂടാ, ഏതായാലും ആ ഒരു ശൈലി വരിക. ആ കാഴ്ചയുടെ മാധുര്യമാണ് പുരുഷൻ ആസ്വദിക്കുന്നതിന്റെ ആസ്വാദനയുടെ ശൈലി കൂടുതൽ. അപ്പൊ കണ്ട ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുക. തോമാസ്ലീഹ വളരെ ഗൗരവമായിട്ട് എടുത്തൊരു നിലപാട് അതാ. നിങ്ങൾ അവനെ കണ്ടു, ഞാൻ കണ്ടില്ല. ആ കാണാതിരുന്ന അസ്വസ്ഥതയിലാണ് തോമാസ്ലീഹ വളരെ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം എന്ന് വാശി പിടിച്ചത്. കണ്ട വചനത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. മൂക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗഹനമായൊരു ചിന്ത. പ്രത്യേകിച്ച് നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് വളരെ ഡെപ്ത് ഉള്ളതാണ്. അവിടെ മണത്ത ഒരു വചനത്തെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലാണത്. മറിയം വിലയേറിയ നാർദീൻ തൈലവുമായിട്ട് വന്ന് യേശുവിൻ്റെ കാലുകൾ അതൊഴിക്കുകയും അത് മുടി കൊണ്ട് തുടയ്ക്കുകയൊക്കെ ചെയ്തു. യോഹന്നാൻ സുവിശേഷകൻ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ഉപേക്ഷിക്കുന്ന യോഹന്നാൻ പോലും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു. തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞിരുന്നു. ആ തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞിരുന്നു. ഈ വചനവായനയിൽ അനുഭവിക്കപ്പെടേണ്ട യോഹന്നാൻ അനുഭവിച്ച ഒരു കാര്യമാണ്. പരിമളം കൊണ്ട് വീട് നിറയണം. വീടെന്ന് പറയുന്നത് എൻ്റെ ആത്മാവാകാം, എൻ്റെ ശരീരമാകാം, എൻ്റെ കുടുംബമാകാം, എൻ്റെ ഇടവകയാകാം, എൻ്റെ സഭയാകാം, എൻ്റെ നാടാകാം, എന്തുമായിക്കോട്ടെ പരിമളം കൊണ്ട് നിറയപ്പെടണം. മൂന്നാമതായിട്ട് നാക്കാണ്. നാക്കിനെ സംബന്ധിച്ചിടത്തോളം രുചിച്ചറിയപ്പെടേണ്ട കാര്യമാണ്. അത് 2 തലത്തില് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. മത്തായിയുടെ സുവിശേഷത്തില് 27-ാമത്തെ അധ്യായത്തില് 34-ാമത്തെ വാക്യത്തില് യേശുവിന്റെ കുരിശുമരണത്തിനോട് ബന്ധപ്പെട്ട് യേശുവിന് കയ്പ് കലർത്തിയ വീഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഈ കയ്പ് കലർത്തിയ വീഞ്ഞ് കൊടുക്കുക എന്ന് വെച്ചാല്, വീഞ്ഞെന്ന് പറയുന്നത് ആ നാട്ടില് എല്ലാ ജനത്തിനും, കുഞ്ഞിനും ഉൾപ്പെടെയുള്ളവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനം. കാരണം അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, അത് മദ്യമല്ല. പക്ഷേ അവിടെ കയ്പ് കലർന്ന വീഞ്ഞ് എന്ന് പറയുന്നുണ്ട്. ഈ കയ്പ് കലർന്ന വീഞ്ഞ് എന്ന് പറയുന്ന മദ്യമാണ്. അത് ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ക്രിസ്തു അത് രുചിച്ചു നോക്കിയിട്ട് വേണ്ടെന്ന് വെച്ചു എന്ന് പറയാം. നമ്മളെ ഹരം പിടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഹരം പിടിപ്പിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് പലതും രുചിച്ചു നോക്കിയിട്ട് വേണ്ടാന്ന് പറയാനുള്ള നട്ടല് ഉള്ളവരാകണം എന്നൊരു ചിന്ത രുചിയുടെ ഭാഗത്ത്. അത് ഞാൻ പ്രത്യേകിച്ച് ഈ വൈദ്യവും ഈ ബന്ധനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലതും രുചിച്ചു നോക്കിയിട്ട് വേണ്ടെന്ന് വയ്ക്കാനുള്ള നട്ടല് ഉണ്ടാകണം എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുക. അപ്പോൾ വേണ്ടെന്ന് വയ്ക്കാൻ, രുചിച്ച് നോക്കിയിട്ട് വേണ്ടെന്ന് വയ്ക്കാനായിട്ട് നമുക്ക് കഴിയണം. നേരെ മറിച്ച് രുചിച്ചു നോക്കിയിട്ട് അതിൻ്റെ സത്യാന്വേഷണത്തിന് ഒരു സാധ്യത കൂടിയുണ്ട്. അത് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം
9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചിട്ട് ഈശോ വെള്ളം വീഞ്ഞാക്കുകയാണ്. വീഞ്ഞ് തന്നെയാണ് രണ്ടിന്റെയും സാധ്യത. ഒന്നാമത്തെ അർത്ഥത്തില് വീഞ്ഞിലും മദ്യം കലർന്നല്ല, അല്ലെങ്കിൽ ലഹരി കലർന്നിരുന്നു. രണ്ടാമത്തേല് വീഞ്ഞില് ലഹരി കലർന്നില്ല, മറിച്ച് വെള്ളത്തില് ഊർജം പകർന്നു. അതാണ് വീഞ്ഞെന്ന് പറയുക. അപ്പൊ നമ്മുടെ കണ്ണുനീരിന്റെയും നമ്മുടെ വേർപ്പിന്റെയും വെള്ളത്തില് തമ്പുരാൻ ഇടപെട്ട് മാറ്റിയ വീര്യമുള്ള കണ്ണുനീരിന്റെയും വേർപ്പിന്റെയും ഒക്കെ ജലാംശങ്ങളെ നമ്മൾ ധ്യാനിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതിനെ രുചിച്ചു നോക്കിയിട്ട് ഇത്രയും ശ്രേഷ്ഠമായത് എവിടെയെന്നാ? കണ്ണീരും വേർപ്പും ഒക്കെ ഇല്ലാത്ത മനുഷ്യരാരവിടെ. പക്ഷെ അവിടെ തമ്പുരാൻ ഇടപെട്ട് കഴിയുമ്പോഴാണ് അത് വീര്യമുള്ള വീഞ്ഞായിട്ട് മാറുക. അത് ദാമ്പത്യ ബന്ധത്തിലായിക്കോട്ടെ, പൗരോഹിത്യ ജീവിതത്തിലായിക്കോട്ടെ, സന്യാസ ജീവിതത്തിലായിക്കോട്ടെ, സാമൂഹ്യ ജീവിതത്തിലായിക്കോട്ടെ, തൊഴിൽ മേഖലയിലായിക്കോട്ടെ, എല്ലായിടത്തും കണ്ണുനീരും ഉണ്ട്, എല്ലായിടത്തും വേർപ്പും ഉണ്ട്. ഈ വേർപ്പിന്റെയും കണ്ണുനീരിന്റെയും വെള്ളങ്ങളെ തമ്പുരാന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചു കഴിയുമ്പോൾ അത് വീര്യമുള്ളതായിട്ട് മാറും, അത് ഹരമുള്ളതായിട്ട് മാറും. അതിനെ രുചിച്ചു നോക്കിക്കഴിയുമ്പോൾ അത് ആസ്വാദ്യകരമായിട്ട് തോന്നും. തമ്പുരാനെ സമർപ്പിച്ചു കഴിയുമ്പോൾ അപ്പോൾ അത് അന്വേഷിച്ചിറങ്ങും. ഇത്രയും രുചികരമായത് ഇതുവരെ എവിടെയാ മറച്ചു വെച്ചത്? മറച്ചു വെച്ചത് എവിടെയാ? ആത്മാവില. വേർപ്പും കണ്ണീരും ഒക്കെ ആരും മറച്ചു വെച്ചിട്ടില്ല. മറച്ചു വെച്ചത് ആത്മാവില. എന്താ മറച്ചു വെച്ചേ? തമ്പുരാന് കൊടുക്കാനുള്ളത് കൊടുക്കാതെ മറച്ചു വെച്ചു എന്നുള്ള, വിട്ടുകൊടുത്തില്ല എന്നുള്ള. അപ്പം ഈ രുചിച്ചു നോക്കിയിട്ട് അതിന്റെ പിറകെ പോവുക. വചനവായനയിൽ ശ്രദ്ധിക്കപ്പെടണം. ഞാൻ ഈ വചനവായനയുടെ ഈ 5 തലങ്ങളുടെ ആദ്യഘട്ടവും 2ാം ഘട്ടവും പറയുന്നുണ്ട്. ഇപ്പൊ ആദ്യഘട്ടമാണ് പറഞ്ഞു പോണത്. മറ്റൊന്ന് ചെവിയാണ്. ചെവി എന്ന് പറയുന്നത് 4ാമത്തെ ഇന്ദ്രിയമാണ്. അത് സാമുവേലിന്റെ പുസ്തകത്തില് 1-ാമത്തെ പുസ്തകത്തില് 15-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തില് സാമുവേല് സാവൂളിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്നെ അഭിഷേകം ചെയ്യാൻ എന്നെ നിയോഗിച്ചിരിക്കുക. നിന്നെ അഭിഷേകം ചെയ്യാൻ എന്നെ നിയോഗിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ കർത്താവിന്റെ വചനം കേൾക്കണം. നിന്നെ അഭിഷേകം ചെയ്യാൻ എന്നെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യണേ എന്ത് ചെയ്യണം? നീ കർത്താവിന്റെ വചനം കേൾക്കണം. കേട്ടവർക്കാണ് അഭിഷേകം കിട്ടുകയുള്ളൂ. അഭിഷേകം ഏൽപ്പിച്ചവനെ അഭിഷേകം തരുള്ളൂ. ഏറെ ധ്യാനിക്കപ്പെടേണ്ടതാണ്. അപ്പം കേട്ട വചനമാണ്, കേൾവി പ്രധാനപ്പെട്ടതാണ്. അവസാനമായി ത്വക്ക്, സ്പർശനം. ലൂക്കയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തില് 40-ാമത്തെ വാക്യത്തില് യേശു ശിഷ്യന്മാരോട് പറയുന്ന, പ്രത്യേകിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത്. അവർ യേശുവിനെ സംശയിച്ചപ്പോൾ യേശു പറഞ്ഞു, എന്നെ സ്പർശിച്ചു നോക്കൂ, എന്നെ സ്പർശിച്ചു നോക്കൂ. എന്നെ സ്പർശിച്ചു നോക്കുക എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ഉത്തരമാകണം നമ്മുടെ വചനമായ. അവനെ സ്പർശിക്കലാണ്. ചുരുക്കി പറഞ്ഞാല് കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ യേശുവിനെ അനുഭവിക്കാനായിട്ടുള്ള സാധ്യതയാണ് ബൈബിൾ എന്ന് പറയുമ്പോൾ, ഞാനത് എങ്ങനെയാണ് ബൈബിൾ വായനയിൽ അനുഭവിക്കുന്നത് എന്നാണ് 2ാം ഘട്ടം. അത് വെറുതെ ഇത്രയും വലിയ ഗഹനമായ കാര്യമല്ല, അത് കുറച്ചുകൂടെ ലളിതമാണ്. കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. വേറെ എവിടെയെങ്കിലും നോക്കിയിട്ട് നമുക്ക് ബൈബിൾ വായിക്കാൻ പറ്റും? അപ്പോ കണ്ണുകൊണ്ട് കണ്ടതാണ് സാക്ഷ്യപ്പെടുത്തുക. മൂക്ക് നമ്മൾ മണത്ത വചനമാണ്. ബൈബിളിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ലിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞു, ഇടയന് ആടുകളുടെ ഗന്ധം ഉണ്ടാകണം, ചൂരുണ്ടാകണം. ഇടയനാരാ? എല്ലാവരും ഇടയന്മാരാ. ഇടവകയില് വികാരിയച്ഛൻ ഇടയനാണ്. പക്ഷെ ഉദാഹരണത്തിന് നമുക്ക്
വേറെ ദോഷമില്ലാത്ത ആൾക്കാരെ പിടിക്കണമാണല്ലോ എളുപ്പം, ചെറിയാച്ചനെ പിടിക്കണം. ഞാൻ ചെറിയാച്ചന്റെ ഇടവേല് വികാരിയാണെങ്കിൽ ആ വികാരി അവിടെ വികാരിയായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ചെറിയാച്ചന്റെ ഇടയനാണ്, ചെറിയാച്ചൻ എൻ്റെ ആടാണ്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ചെറിയാച്ചേട്ടൻ ആടല്ല, ഇടയനാണ്. അപ്പൊ ആടും ഇടയനും എന്ന് പറയുന്ന പ്രതിഭാസം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇടയന് ആടിന്റെ ചൂരുണ്ടാകണം എന്ന് പറയുമ്പോ നമുക്കൊക്കെ, വചനം വായിക്കുന്നവർക്കൊക്കെ നമ്മളെ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആടുകളുടെ ചൂരുണ്ടാകണം. ആടുകളുടെ ചൂരുണ്ടാകണമെങ്കിൽ വചനത്തിന്റെ ചൂരുണ്ടാകണം. വചനത്തിന്റെ ചൂരുള്ളവനെ ഈ 99 വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ 99 കെട്ടിപ്പിടിച്ചിട്ട്. അപ്പൊ ഈ ചൂര് എന്ന് പറയുന്ന പ്രധാനപ്പെട്ടത് വചന വായനയിൽ നമുക്ക് ഈ ചൂര് ഉണ്ടാകണം എന്നുള്ളത് പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പണിത്തിരക്ക്, ഇതൊക്കെ നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണേ. ചൂരില്ല, ഇടയന്റെ ചൂരില്ല എന്നുള്ളതാണ് പ്രധാനം. ആടിന്റെ ചൂരുണ്ടോന്നല്ല അല്ല പ്രശ്നം, ഇടയന്റെ ചൂരുണ്ടോ എന്നുള്ളത്. നാക്കിനോട് ബന്ധപ്പെട്ട് ഈ വചന വായനയില് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ നാക്ക് ഉപയോഗിക്കുക. നമ്മൾ നാക്ക് ഉപയോഗിക്കാണ്ട് വായിക്കാൻ പറ്റി. അപ്പൊ നാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ വചനത്തെ ഞാൻ വായിക്കുമ്പോൾ തെറ്റ് പറ്റാണ്ടിരിക്കാനാണോ ശ്രദ്ധിക്കണേ, അതോ ഈ വചനത്തെ ദൈവം ഉദ്ദേശിച്ച അർത്ഥത്തിലേക്ക് പുറത്തുവിടാനാണോ ഉദ്ദേശിക്കുന്നത്? ഇതാണ് അതിന്റെ ചോദ്യം. ഞാൻ തെറ്റ് വരാണ്ടിരിക്കാനാണ് ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ വായിക്കുന്നത് ഈ പറഞ്ഞ ലക്ഷ്യത്തിനൊന്നുമല്ല, എൻ്റെ ഒരു ആത്മസുഖത്തിനാണ്. അതേസമയം തെറ്റുപറ്റിക്കോട്ടെ, അത് വാക്ക് ഉച്ചാരണോ അല്ലെങ്കിൽ അതിന്റെ നീട്ടോ കുറുക്കോ ഒക്കെ പോട്ടെ, പക്ഷെ ഈ അർത്ഥം ഞാൻ ഉൾക്കൊണ്ടിട്ട് എൻ്റെ ഹൃദയത്തില് ഗർഭം ധരിച്ചിട്ട് അത് നാക്കിലൂടെ പുറത്തേക്ക് വരുമ്പോ അത് നേരത്തെ നമ്മൾ അറിയാവുന്ന പോലെ അത് കന്യകയുടെ ജന്മമായിട്ട് മാറും. ലൈംഗിക വീഴ്ചയില്ലാതെ ഗർഭം ധരിച്ച് പ്രസവിക്കലാണ് ഒരു മനുഷ്യൻ ബൈബിളിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് വായിക്കും. അപ്പൊ അതിന്റെ നാക്കിന്റെ ആസ്വാദ്യത എന്ന് പറയുന്നത് ക്രിസ്തു പറഞ്ഞ വാക്കുമായിട്ട് ബന്ധപ്പെട്ട. ഞാൻ അല്ലെങ്കിൽ ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു അമ്മ ഈറ്റുനോവിലൂടെ കടന്നുപോയി കഴിഞ്ഞിട്ട് അവൾ പ്രസവിച്ചു കഴിയുമ്പോൾ അവളുടെ ഈറ്റുനോവിനെ കുറിച്ച് അവൾ ഓർക്കുന്നില്ല. വചനവായനയിലെ ഈറ്റുനോവുകളെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനെക്കുറിച്ച് പരിതപിക്കുന്നുണ്ടെങ്കിൽ, പരാതി ഉണ്ടെങ്കിൽ, പരിഭവമുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം ഈ പ്രസവം ശരിയായില്ല എന്നുള്ളത്, നാക്ക് ശരിയായില്ല എന്നുള്ളത്. ആസ്വാദ്യത, നാവിന്റെ ആസ്വാദ്യത, അതായത് ദൈവവും ഞാനും തമ്മിലുള്ള നാവിന്റെ ആസ്വാദ്യത ശരിയായില്ല എന്നാണ് അതിന്റെ അർത്ഥം. വീണ്ടും നമ്മൾ ചെവിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒരു സമയം ഒരാളെ വായിക്കുന്നുള്ളൂ, ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. ഈ കേൾവിയിൽ നിന്നാണ് നമ്മൾ കേട്ട വചനത്തെ കുറിച്ചാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക. നിങ്ങൾ കേട്ട വചനം കൊണ്ടാണ് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുക. ബൈബിൾ കൃത്യമായിട്ട് പറഞ്ഞേക്കണം. നിങ്ങൾ വചനം കേട്ടത് കൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായത്. അപ്പൊ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ, എന്നെ വിശുദ്ധീകരിക്കാൻ, എൻ്റെ ഈ വചന വായന എനിക്ക് തന്നെയാണ് പ്രയോജനപ്പെടുന്നത്. അതിന്റെ അർത്ഥം ഞാൻ ദൈവത്തെ ആസ്വദിക്കുകയാണ്, ദൈവത്തിന്റെ സ്നേഹത്തെ ആസ്വദിക്കുകയാണ്. അവസാനമായി ത്വക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ഈ വചനത്തെ സ്പർശിച്ച് തന്നെയാണ്. ബൈബിള് തൊടാണ്ട് നമുക്ക് വായിക്കാൻ പറ്റി. ഈ വചനത്തെ, ബൈബിളിനെ തൊടുമ്പോൾ അതിന്റെ പൂജ്യതയോടുകൂടി തൊടാനും, ചിലർക്ക് ഇത്തിരി പ്രായവും ഇതൊക്കെ ഉള്ളവർക്ക്, കണ്ണും കാഴ്ചയൊക്കെ ഉള്ള പ്രശ്നമുള്ളവർക്ക് ഈ ബൈബിളിന്റെ ഓരോ അക്ഷരത്തിലൂടെയും വരികളിലൂടെയും കൈവിരലുകൾ വരച്ചിട്ടൊക്കെ പോകുമ്പോൾ ദൈവത്തെ സ്പർശിക്കുന്ന മനോഭാവത്തോടു കൂടി വേണം പോകാൻ എന്നർത്ഥം. ശരിക്കും പറഞ്ഞാല്
പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മൾ ആവോളം ആസ്വദിക്കുകയും ക്രിസ്തു നമ്മുടെ സ്നേഹത്തെ ആസ്വദിക്കുകയും ചെയ്യുന്ന വലിയ ബാന്ധവത്തിന്റെ പേരാണ് ഈ ബൈബിൾ വായന എന്നർത്ഥം. രണ്ടാമതായിട്ട് ഈ ബൈബിൾ വായന എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബൈബിൾ വായന സ്നേഹാസ്വാദനമാണ്. സ്നേഹാസ്വാദനം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് എന്നാണ് ഒന്നാം ഘട്ടത്തിൽ ഞാൻ പറഞ്ഞ. രണ്ടാം ഘട്ടത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്നേഹ അനുഭവം ആവർത്തനങ്ങളിലൂടെയാണ് ഉണ്ടാകുക. ആവർത്തനങ്ങളിലൂടെ ഏതൊരു സ്നേഹാനുഭവവും ആവർത്തനങ്ങളിലൂടെ ഉണ്ടാകുകയുള്ളൂ. ആവർത്തനങ്ങൾ വേണ്ട എന്ന് പറയുന്നിടത്ത് സ്നേഹമില്ലെന്നർത്ഥം. എൻ്റെ ഭാര്യ എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ചായ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരികില് എനിക്ക് അവളോട് സ്നേഹമില്ല എന്നും അവളുടെ ചായയോട് സ്നേഹമില്ല, രണ്ടർത്ഥം ഉണ്ട് അതിൻ്റെ അത്. നമ്മൾ പലപ്പോഴും ചായയോട് സ്നേഹമില്ല എന്നാ ഉദ്ദേശിക്കണേ. പക്ഷെ ചായയോട് മാത്രമല്ല, അവളോട് സ്നേഹമില്ല എന്ന് അവള് അങ്ങേര് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയെങ്കിലും ഇനി ആവർത്തിക്കണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ കൂട്ടത്തിൽ കുറെ കാലം വർക്ക് ചെയ്ത ആളായതുകൊണ്ട് പറയുകയാണ്, രതിയും വേശ്യാവൃത്തിയും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് അതുകൊണ്ടാണ്. രതി എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പൂർണ്ണതയാണ്, സ്നേഹത്തിന്റെ പൂർണ്ണതയില് ശരീരങ്ങൾ തമ്മിലുള്ള ബാന്ധവം. വേശ്യാവൃത്തി എന്ന് പറയുന്ന അതല്ല, വ്യഭിചാരം എന്ന് പറയുന്ന അതല്ല. അപ്പൊ അതുകൊണ്ട് അത് ആവർത്തിക്കപ്പെടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഒത്താ ഒത്തു, ഒത്തില്ല ഒത്തില്ല. ആസ്വദിക്കാൻ പറ്റിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഈ ആവർത്തനത്തിലൂടെ ഈ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മളൊരു വീട്ടിൽ ഒരാളെ പരിചയപ്പെടാൻ ചെല്ലുന്നു, ആ പരിചയപ്പെടലിൽ തിക്ത അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആവർത്തിക്കില്ല, അതോടുകൂടി അവസാനിപ്പിക്കും. എന്തുകൊണ്ട് ആണ് നമ്മൾ ഈ 150 മുകളില് കാലം ഈ ബൈബിള് ആവർത്തിച്ച് വായിക്കണമെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഞാൻ സ്നേഹത്തെ അനുഭവിക്കുകയാണ്. ഞാൻ ആവർത്തനങ്ങളെല്ലാം സ്നേഹം കൊണ്ടുണ്ടാവുന്നതാണ്. എന്തുകൊണ്ടാ കൊന്തയുണ്ടായതെന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, മാതാവിനോടുള്ള സ്നേഹം കൊണ്ട് അവളുടെ നാമങ്ങള് ഇങ്ങനെ ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ലൊത്തിനെ ഉണ്ടായി, അവൾ ഒരുപാട് ധ്യാനിച്ചു, അങ്ങനെ കൊന്തയുണ്ടായി, രഹസ്യങ്ങളുണ്ടായി. അപ്പോ ആവർത്തനങ്ങള് സ്നേഹത്തിന്റെ സൂചനയാണ്. ബൈബിൾ വായന വീണ്ടും ആവർത്തിച്ചു പോകുന്നത് ദൈവസ്നേഹത്തിന്റെ സൂചനയാണ്. അങ്ങനെ ദൈവസ്നേഹം അനുഭവിക്കാതെ ഈ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് വിരസതയാണ്, അസ്വസ്ഥതയാണ്, സമ്മർദ്ദമാണ്, ഇപ്പോഴത്തെ ആധുനിക ഭാഷ ഉപയോഗിച്ച് പറഞ്ഞ പീഡനമാണ്. ചെറിയ ഞാനോ ഒക്കെ തുടങ്ങി വെച്ച പീഡനമാണ് ഇതെന്ന് നിങ്ങൾ പറയുന്നു വരും. ഇത് സ്നേഹത്തിന്റെ ദൈവാനുഭവത്തിലൂടെ കടന്നു പോകാത്തത് കൊണ്ടുള്ള കുഴപ്പം. ആവർത്തിച്ച് വായിക്കുന്നത് സ്നേഹാനുഭവമാണ് എന്നത് കൊണ്ട് വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ. ബൈബിള് തന്നെ കൃത്യമായ 2 സൂചനകൾ മനുഷ്യന്റെ ഭാഗത്തുനിന്നും ദൈവത്തിന്റെ ഭാഗത്തുനിന്നും. മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ക്രിസ്തുവിനെ കർത്താവേ കർത്താവേ എന്നാണ് പലപ്പോഴും വിളിക്കുന്നത്, 2 പ്രാവശ്യം ആവർത്തിക്കുന്നു. അതേസമയം ക്രിസ്തു ജനത്തോട് ഉറപ്പായിട്ട് പറയുന്ന സ്നേഹത്തിന്റെ പാരമ്യത്തില് നിങ്ങൾ സംശയിക്കപ്പെടാണ്ട് ഇത് സ്വീകരിക്കണം എന്ന ഉറച്ച ബോധ്യത്തിൽ പറയുമ്പോൾ ക്രിസ്തു പറയും, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയും, ആവർത്തിച്ച് പറയും. ആവർത്തനം സ്നേഹത്തിന്റെ അച്ചാരമാണ്. ഭാര്യ ഭർത്താവിന്റെ നന്മകളെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ അത് സ്നേഹത്തിന്റെ അടയാളം. ഭർത്താവ് ഭാര്യയെ കുറിച്ച് ചെയ്ത നന്മകൾ ആവർത്തിച്ച് പറഞ്ഞാൽ അത് സ്നേഹത്തിന്റെ അടയാളം.
ആവർത്തനങ്ങള് സ്നേഹത്തിന്റെ അടയാളമാണ്. എല്ലാ ആവർത്തനങ്ങളും അല്ല, പിശാചിന്റെ ആവർത്തനങ്ങളുണ്ട്, പഴപ്പും കുറ്റവും മാത്രം. അതല്ല പറഞ്ഞത്. നന്മയുടെ ആവർത്തനങ്ങൾ, അത് സ്നേഹത്തിന്റെ അനുഭവമാണ്. വിശുദ്ധ വചനം മുഴുവൻ നന്മയാണെന്ന് നമുക്കറിയാം. ഇത് ആവർത്തിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, ആ സ്നേഹാനുഭവത്തിലേക്ക് ഞാൻ കൂടുതൽ അടുക്കുന്നു, അവൻ എന്നോട് കൂടുതൽ അടുക്കുന്നു. ഈ ഒരു മ്യൂച്വൽ ബന്ധം ആവർത്തനത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. വീണ്ടും ഈ ആവർത്തനത്തിലൂടെ ഈ സ്നേഹബന്ധം മാത്രമല്ല, ശുദ്ധിയും സംഭവിക്കുന്നുണ്ട്. ദേവൻ പ്രസാദിപ്പാൻ ഉത്തമം ജപയജ്ഞം എന്നാണ് ആർഷഭാരതത്തിന്റെ സങ്കല്പം. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും ഈ ആവർത്തന പ്രാർത്ഥനകളുള്ളത്. അപ്പൊ ഓതി ശുദ്ധി വരുത്തുക എന്നൊരു സങ്കല്പം ഇസ്ലാം മതത്തിൽ. അത് ഈ ആവർത്തിച്ചുള്ള ഉച്ചാരണം, മന്ത്രോച്ചാരണം, അതും ഈ ആവർത്തിച്ചുള്ള ഉച്ചാരണം. ഈ ആവർത്തിച്ച് സ്വയം ശുദ്ധീകരിക്കുകയും ഈ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പൊരുൾ. അപ്പൊ ഈ ആവർത്തനത്തിലൂടെ സ്നേഹം മാത്രമല്ല, ശുദ്ധിയും വരുന്നുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ഈ വചന വായന പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവത്തിലൂടെ ദൈവസ്നേഹത്തെ അറിയലാണ്. രണ്ടാമതായിട്ട് ആവർത്തിച്ച് വായിക്കുന്നതിലൂടെ സ്നേഹത്തെയും ക്രിസ്തു സ്നേഹത്തെയും ഒക്കെ അറിയലാണ്. മൂന്നാമതായിട്ട് സമയത്തിലൂടെയാണ് സ്നേഹത്തെ അറിയുക. സ്നേഹത്തിൽ സമയമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദമ്പതികള് അല്ലെങ്കിൽ ഒരു ഭാര്യ ഒരു യുവാവും യുവതിയും വിവാഹിതരാണ്. ആ വിവാഹിതരായ ആദ്യകാലങ്ങളില് ഇവരിരുന്ന് എന്തോ മാത്രം സമയമാ സംസാരിക്കണേ. വല്ല പ്രശ്നമുണ്ടോ? അതിക്ക് മുമ്പ് അതിനേക്കാൾ കൂടുതൽ ഉദാത്തമായത് പ്രേമിക്കുന്നവരുടെ കാര്യം. പ്രേമിക്കുന്നവരുടെ കാര്യം അറിയണമെങ്കിൽ രാവും പകലും ഇരുന്ന് ഫുൾ ടൈം ഉറക്കൊളിച്ചിട്ടാണ് മൊബൈൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സമയത്തിന് അതേസമയം 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കടാന്ന് പറഞ്ഞ സമയമില്ല, പറ്റില്ല, തിരക്കാം. 10 മിനിറ്റ് കടയിൽ പോടാന്ന് പറഞ്ഞാൽ പറ്റില്ല. 10 മിനിറ്റ് ഒന്ന് അടുക്കളയിൽ സഹായിക്കടി എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. അതേസമയം എത്രയോ മണിക്കൂറുകൾ രാവ് മുഴുവൻ ഉറക്കൊളിച്ചിരുന്ന് തൻ സ്നേഹിക്കുന്നവരുടെ ഒപ്പം ഇരിക്കാൻ ഒരു കുഴപ്പമില്ലല്ലോ. ഇത് എപ്പോഴാ കൂടെ ഇരിക്കാൻ സമയമില്ലാണ്ടായത്? അത് സ്നേഹം കുറഞ്ഞപ്പോഴാ, കുറ്റം കണ്ടെത്തിയപ്പോഴാ. ബൈബിള് വായിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് ദൈവസ്നേഹ അനുഭവത്തിലേക്ക്, ദൈവത്തെ ഞാൻ സ്നേഹിക്കണില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് പറ്റണില്ല, എനിക്ക് സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ സമയം ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറല്ല. അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വലയത്തിലായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ്. അപ്പൊ സമയം സ്നേഹത്തിന്റെ അനുഭവ സാധ്യത. അത് ഏത് സമയം? എനിക്ക് ഏറ്റവും പരമമായ സമയം ഞാൻ ഒരാൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അയാൾ മനസ്സിലാക്കും എന്നെ ഇത്രയും സ്നേഹമുണ്ടല്ലോ. നേരെ മറിച്ച് ഞാൻ വെറുതെ ഇരിക്കുകയാണ്, എടി എന്നാ നീ വാ, നിന്റെ അടുത്ത് ഇനി സമയം സ്പെൻഡ് ചെയ്തില്ല എന്ന് വേണ്ട, ഞാൻ ഇപ്പൊ ഫ്രീയാ, നീ വാ, നമുക്ക് ഇച്ചിരി നേരം സമയം സ്പെൻഡ് ചെയ്യാം, നിന്റെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാനില്ല എന്നാണുള്ള പരാതി എന്ന് പറഞ്ഞാൽ അവളുടെ വികാരം എന്തായിരിക്കും? അപ്പൊ നമുക്ക് ഒഴിവുള്ള സമയത്ത് ക്രിസ്തുവിനെ സമയം മാറ്റിവെക്കലല്ല സ്നേഹത്തിന്റെ പാരമ്യം, മറിച്ച് ബുദ്ധിമുട്ടുള്ള സമയത്ത് ആ സമയത്തെ മാറ്റിവെക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ബൈബിൾ വായനയില് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുമ്പോഴാണ് ഞാൻ എൻ്റെ തമ്പുരാനെ സ്നേഹിക്കുന്ന അടയാളമായിട്ട്, ആ തമ്പുരാൻ എന്നെ സ്നേഹിക്കുന്ന അടയാളമായിട്ട് എനിക്കും തമ്പുരാനും ഒക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹാനുഭവത്തിന്റെ സാധ്യതയാണ് എൻ്റെ സമയത്തിൽ നിന്ന് ബൈബിൾ വായനയ്ക്ക് സമയം മാറ്റിവെക്കുന്നതും, അതും ഏറ്റവും പ്രധാനപ്പെട്ട സമയം മാറ്റിവെക്കുന്നതും എന്നുള്ളതാണ്.
നാലാമതായിട്ട് സ്നേഹത്തെ അനുഭവിക്കേണ്ടത് സഹനത്തിലൂടെയാണ്. ഒരു കുഞ്ഞു ഉദാഹരണത്തിന്, സ്ഥിരം മദ്യപിക്കുന്ന ഒരുത്തൻ വന്നിട്ട് ഭാര്യയോട് പറയാണ്, എടി ഇന്ന് നിന്നോടുള്ള സ്നേഹം കൊണ്ട്, നിന്റെ ബർത്ത്ഡേ ആണ് എന്ന് ഞാൻ ഓർത്തത് കൊണ്ട് ഞാൻ ഇന്ന് 2 കൂടുതൽ അടിച്ചിട്ടോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അവളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം മേടും ചെയ്തിരിക്കും. നേരെ മറിച്ച് ആ സ്ഥിരം മദ്യപിക്കുന്ന ഒരു മദ്യപാനിയായ ഭർത്താവ് അവളോട് പറയാണ്, എടി പോന വഴിക്കാണ് നിന്റെ ബർത്ത്ഡേ ആണെന്നാ ഞാൻ ഓർത്തത്, അതുകൊണ്ട് നിന്നുള്ള സ്നേഹം കൊണ്ട് ഇന്ന് കഴിച്ചില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അവൾക്ക് ഒരു നന്മയുണ്ടായിട്ടില്ല ഇങ്ങേര് കഴിക്കാണ്ടിരുന്നിട്ട്. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് അങ്ങേര് ത്യാഗം ചെയ്യാൻ തയ്യാറായി എന്നതില് വലിയ ആത്മാർത്ഥതയുണ്ടെന്ന് അവൾ മനസ്സിലാക്കും. സത്യത്തില് സ്നേഹത്തെ അളക്കാനായിട്ട് ഈ ലോകത്തിലൊരു മാനദണ്ഡമുണ്ടോ എന്ന് ചോദിച്ചാല് ഈ ഒരൊറ്റ മാനദണ്ഡം ഉള്ളൂ, എന്ത് സഹനം ചെയ്യാൻ തയ്യാറുണ്ട്. അപ്പൊ ഈ വചന വായന നമ്മൾ നടത്തുമ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിൻ്റെ അമ്മള പരിശോധന സാധ്യതയാണ് എന്ത് പരിത്യാഗം ഞാൻ ക്രിസ്തുവിന് വേണ്ടി ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത്. അതിൻ്റെ തെളിവെടുപ്പാണ് വചന വായനയിലൂടെ നടക്കുന്നത് എന്ന് സാരം. അവസാനമായിട്ട് സമയം എൻ്റെ അവസാനിക്കുമ്പോഴേ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 5-ാമതായിട്ട് ശുശ്രൂഷയിലൂടെയാണ് സ്നേഹത്തെ അനുഭവിക്കുക. ഇന്ന് പല ദമ്പതിമാർക്കും പറ്റാതെ പോകുന്ന ഒരു ഗതികെട്ട സാധനമാണ് ഈ ശുശ്രൂഷ. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ട സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ വേലക്കാരെ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഭർത്താവിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഹോം നേഴ്സോ അല്ലെങ്കിൽ ജോലിക്കാരോ ചെയ്യും. ഭാര്യ എന്ത് ചെയ്യും? ഭർത്താവിനോട് പറയും, അടുക്കളയിൽ സമയമില്ല, അതുകൊണ്ട് നിങ്ങൾ പോയി മേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പുറത്തു പോയി കഴിക്കാം. എവിടെയാ ശുശ്രൂഷയുള്ളത്? ശുശ്രൂഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ശുശ്രൂഷ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന്റെ സ്ഥായി ഭാവത്തിൽ പ്രധാനപ്പെട്ടതാണ് ശുശ്രൂഷ. ആ ശുശ്രൂഷയെ മറക്കുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും മറക്കുന്നത് അവൻ്റെ ഉത്തരവാദിത്വങ്ങളെയാണ്. ആ ഉത്തരവാദിത്വങ്ങളെ മറക്കുന്നു മാത്രമല്ല, ഒരു പടി കൂടി കടന്നിട്ട് അവകാശങ്ങളിൽ ഫോക്കസ്ഡ് ആവും. അങ്ങനെ ഈ ഉത്തരാധുനിക കാലം എന്ന് പറയുന്നത് കേസും കോടതിയും പ്രശ്നങ്ങളും കയറി വരുന്നതിൻ്റെ കാരണം ഈ ശുശ്രൂഷയുടെ ബോധ്യങ്ങളില്ലാതെ പോവുകയും രണ്ടാമത്തെ സ്റ്റേജിലേക്ക്, ശുശ്രൂഷയുടെ മുകളിലുള്ള തട്ടാണ് അവൻ്റെ കടമകളേക്കാൾ കുറച്ചുകൂടി വിശുദ്ധവും ദൈവീകവുമാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പൊ കടമകൾ പോലും ചെയ്യാതെ മുകളിലേക്ക് അവകാശങ്ങളിലേക്ക് പോവുക. അപ്പോൾ ഈ കൂട്ടായ്മ അവകാശങ്ങളുടേതാണോ? ഞാൻ ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്നത് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, കടമയ്ക്ക് വേണ്ടിയിട്ടാണോ, ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണോ? ഇത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ശുശ്രൂഷയിലൂടെയാണ് ഒരു ഭർത്താവ് ഭാര്യയും തമ്മിലുള്ള ബന്ധത്തില് ഭർത്താവ് ഭാര്യയെ ശുശ്രൂഷിക്കുന്നു എന്ന് ബോധ്യമുള്ളപ്പോഴാണ് ഭർത്താവിനോട് ഭാര്യയ്ക്ക് സ്നേഹം ഉണ്ടാവും. ഇട എന്താ വേണ്ടേ? ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിന്റെ മുഖത്ത് എന്താ പറ്റിയേ, ഇന്നെന്താ നിനക്കൊരു വിഷമം പോലെ? ആ ചോദ്യത്തിലുണ്ട് ശുശ്രൂഷയുടെ ഭാവം. അവള് കുറെ പരാതി പറഞ്ഞു. ഈ പരാതി പറഞ്ഞിട്ട് കെട്ടിയവന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ അമ്മയുണ്ട്, അപ്പനുണ്ട്, ചേട്ടാനിമാരൊക്കെ ഉണ്ട്. അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, എടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്താ ചെയ്യണേ? നിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നതാണ് ശുശ്രൂഷ. അവളുടെ ആത്മാവിനെ, അവളുടെ മനസ്സിനെ ശുശ്രൂഷിച്ചു.
ഈ ശുശ്രൂഷയുടെ ആഴങ്ങളിലേക്കാണ് നമ്മൾ വചന വായനയിലൂടെ കടക്കുക. അതുകൊണ്ടാണ് ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞത്, ഈ 3 വർഷം മുഴുവൻ എല്ലാം പ്രസംഗിച്ച് നടന്നിട്ട് അവസാനം ക്രിസ്തു പറഞ്ഞു, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിന്റെ കാലേജും കൊണ്ടാ കഴിത്തരാം. ഇല്ലേ? അതാണ് ശുശ്രൂഷ. അങ്ങേക്ക് എന്താ വേണ്ടേ? നിനക്കെന്താ വേണ്ടേ? ചായ വേണോ? കാപ്പി വേണോ? ഇതാണ് ശുശ്രൂഷ. നേരെ മറിച്ച് എന്നെ ശുശ്രൂഷിക്കണം എന്ന് വിചാരിക്കുന്നിടത്താണ് അവകാശങ്ങളെ കുറിച്ച് ബോധം ഉണ്ടാവണം. അവിടെയാണ് കേസും ബുക്കാറും ഡൈവോഴ്സും ഉണ്ടാവും. അപ്പൊ ശുശ്രൂഷയുടെ മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഞാൻ ഈ സെഷൻ 5 മിനിറ്റ് കൂടുതലെടുത്തു. 5 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. 5 പോയിന്റുകൾ. വചന വായന ദൈവവും ഞാനും തമ്മിലുള്ള സ്നേഹാനുഭവത്തിൻ്റെ ഭാഷയാണ്. അത് എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നുണ്ട്, ആവർത്തിച്ചുള്ള വായനയിലൂടെ അനുഭവിക്കുന്നുണ്ട്, ഞാൻ ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ട്, ഞാൻ ഇതിനു വേണ്ടി പല കാര്യങ്ങളും പരിത്യാഗം ചെയ്യുമ്പോൾ അനുഭവിക്കുന്നുണ്ട്, ഞാൻ ഇതിനു വേണ്ടി എൻ്റെ ഹോസ്റ്റുമാര്, ഹോസ്റ്റുമാര് അല്ലെങ്കിൽ മറ്റു കൂടെ വായിക്കുന്നവർ, ഇവരോടൊപ്പം ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ അനുഭവം ക്രിസ്തു അനുഭവമാണ്. ഈ അനുഭവത്തിൻ്റെ യഥാർത്ഥ ക്രിസ്തു അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് അടുത്ത അച്ഛന്മാരല്ല വായിക്കണം. ഇനിയിപ്പോ ഞാൻ വായിച്ചു തുടങ്ങണ്ടല്ലോ, അവര് വായിച്ചു തുടങ്ങിയ പോലെ. ഒരു സെക്കൻഡ്, നന്ദി. ബഹുമാനപ്പെട്ട പീറ്റർ അച്ഛന് വചനവായനയാവുന്ന സ്നേഹത്തിന്റെ ആസ്വാദനത്തെ കുറിച്ച് 5 പോയിന്റുകളിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന പീറ്റർ അച്ഛന് നന്ദി പറയുന്നതിനായി അൽഫോൻസ സ്റ്റീഫനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ചെറിയാഞ്ചാട്ടൻ കുടുംബാംഗങ്ങളെ, കുടുംബ കൂട്ടായ്മ മെമ്പേഴ്സ്, 156-ാം വചന വായന ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാർ ആരംഭിക്കാനിരിക്കുകയാണ്. ഒത്തിരി അച്ഛന്മാരെ ഇതിനു വേണ്ടി ത്യാഗം സഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ആദ്യം തന്നെ ഞാൻ പീറ്റർ കോയിക്കരച്ഛന് നന്ദി പറയാണ്. കാരണം പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചും അതിൻ്റെ 5 മെയിൻ പോയിന്റ്സ് എന്ന് വെച്ചാൽ ആസ്വാദനം, അനുഭവം, സമയം, സഹനം, ശുശ്രൂഷ, ഇവയെക്കുറിച്ച് കുടുംബജീവിതത്തിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞു തന്നത്. അത് ഓരോരുത്തർക്കും നല്ല വ്യക്തമാക്കി മനസ്സിലാക്കി തന്ന, അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെയും കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളും വെച്ചിട്ട് നമ്മെ മനസ്സിലാക്കി തന്ന പീറ്റർ കോയിക്കരച്ഛന് കുടുംബ കൂട്ടായ്മയുടെ പേരിൽ എല്ലാ ലീഡേഴ്സിന്റെയും ചെറിയാഞ്ചാടിന്റെയും ഹോസ്റ്റുമാരുടെയും എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. അതിനുശേഷം നന്ദി പറയാനുള്ളത് നമ്മുടെ ജോഷി അച്ഛനാണ്. ജോഷി അച്ഛനാണ് ഫാദേഴ്സ് ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലീഡറായിട്ട് നിൽക്കുന്നത് ജോഷി അച്ഛനാണ്. ജോഷി അച്ഛന് വളരെ ആക്റ്റീവായിട്ട് നടന്ന് 24 മണിക്കൂറിന് വേണ്ടി 48 അച്ഛന്മാരെ അച്ഛൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അച്ഛൻ്റെ ഈ പ്രത്യേകമായിട്ടുള്ള ആ താല്പര്യത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ മിക്ക ദിവസങ്ങളിലും ഈ സമയങ്ങളിൽ അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. പങ്കെടുത്തിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇതിനെ ലീഡ് ചെയ്യുന്ന ചെറിയാഞ്ചാടനും കുടുംബത്തിനും എല്ലാ ലീഡേഴ്സിനും നന്ദി പറയുന്നു. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അധ്യായം ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സ്പർശിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരിക്കുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും
കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. ഞങ്ങൾ ഇത് എഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. അധ്യായം 2. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. നാം അവന്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ കൽപ്പനയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, ആരംഭം മുതൽ നിങ്ങൾക്ക് നൽകപ്പെട്ട പഴയ കൽപ്പന തന്നെ. ആ പഴയ കൽപ്പനയാകട്ടെ നിങ്ങൾ ശ്രവിച്ച വചനം തന്നെയാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരു പുതിയ കൽപ്പനയെക്കുറിച്ചാണ്. അത് അവനിലും നിങ്ങളിലും സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ അന്ധകാരം അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു, യഥാർത്ഥ പ്രകാശം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തന്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ചയുണ്ടാകുന്നില്ല. എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അവന്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, പിതാവിനെ നിങ്ങൾ അറിയുന്നു. പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിലുണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത എന്നിങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിന്റെ മോഹനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്. അന്ത്യക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം വ്യാജക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് അവസാന മണിക്കൂറാണെന്ന് അതിൽ നിന്ന് നമുക്കറിയാം. അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തുപോയത് അവർ നമുക്കുള്ളവരായിരുന്നില്ല. നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോടുകൂടെ നിൽക്കുമായിരുന്നു. എന്നാൽ അവരാരും നമുക്കുള്ളവരാ അല്ലെന്ന് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു. പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ സത്യം അറിയായക കൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, നിങ്ങൾ സത്യം അറിയുന്നത് കൊണ്ടും വ്യാജമായ ഒന്നും സത്യത്തിൽ നിന്നല്ലാത്തത് കൊണ്ടുമാണ്.
യേശുവാണ് ക്രിസ്തു എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ അവനാണ് അന്തിക്രിസ്തു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല. പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവും ഉണ്ടായിരിക്കും. ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. അത് നിങ്ങളിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ. കുഞ്ഞുമക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിനും അവന്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവനിൽ നിന്ന് ജനിച്ചവനെന്ന് നിങ്ങൾക്ക് തീർച്ചയാക്കാം. അധ്യായം 3. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായിരിക്കുന്നെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. തന്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. ആദ്യം മുതലേ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്, നാം പരസ്പരം സ്നേഹിക്കണം. തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായേലിനെ പോലെ ആകരുത്. എന്തുകൊണ്ടെന്നാൽ അവൻ സഹോദരനെ കൊന്നത് തന്റെ പ്രവൃത്തികൾ ദുഷിച്ചതും തന്റെ സഹോദരന്റെ പ്രവൃത്തികൾ നീതിയുക്തവുമായിരുന്നത് കൊണ്ട് തന്നെ. സഹോദരരെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇതുമൂലം നമ്മൾ സത്യത്തിൽ നിന്ന് ഉള്ളവരാണെന്ന് നാം അറിയുന്നു. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകിയാൽ അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ
ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവന്റെ കൽപ്പന. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നെന്ന് നാം അറിയുകയും ചെയ്യുന്നു. അധ്യായം 4. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം. യേശുക്രിസ്തു ശരീരം ധരിച്ചുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണിത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവൻ ലോകത്തിൻ്റെതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികവുമാണ്. ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിന്റെ ആത്മാവിനെയും അസത്യത്തിന്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ഒരിക്കലും ഒരുവനും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. പിതാവ് തന്റെ പുത്രനെ ലോകത്തിൽ രക്ഷകനായി അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു. അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. യേശു ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. അധ്യായം 5. യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ പുത്രനാണ്. പിതാവിനെ സ്നേഹിക്കുന്നവൻ അവന്റെ പുത്രനെയും സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് അർത്ഥം.
അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്, യേശു ക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്, ആത്മാവ് സത്യമാണ്. 3 സാക്ഷികളാണുള്ളത്: ആത്മാവ്, ജലം, രക്തം. ഇവ 3ഉം ഒരേ സാക്ഷ്യം നൽകുന്നു. മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതാണ് തന്റെ പുത്രനെ കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യം. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കായിക കൊണ്ട് അവിടത്തെ കള്ളം പറയുന്നവനാക്കിയിരിക്കുന്നു. ഇതാണ് ആ സാക്ഷ്യം: ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നെന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. മരണത്തിനർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ, അവന് ദൈവം ജീവൻ നൽകും. മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണിത്. മരണാർഹമായ പാപമുണ്ട്, അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ അധർമ്മവും പാപമാണ്, എന്നാൽ മരണാർഹമല്ലാത്ത പാപവുമുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലാണെന്നും നാം അറിയുന്നു. ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലുമാണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. കുഞ്ഞുമക്കളെ, വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം. തിരഞ്ഞെടുക്കപ്പെട്ട മഹിമയ്ക്കും അവളുടെ മക്കൾക്കും സഭാശ്രേഷ്ഠൻ എഴുതുന്നത്: നമ്മിൽ വസിക്കുന്നവനും എക്കാലത്തും നമ്മളോടത്തായിരിക്കുന്നവനുമായ സത്യത്തെ മുൻനിർത്തിയും സത്യത്തിന്റെ പേരിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ മാത്രമല്ല, സത്യമറിയാവുന്നവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവായ ദൈവത്തിൽ നിന്ന് അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നുമുള്ള കൃപയും കരുണയും സമാധാനവും സത്യത്തിലും സ്നേഹത്തിലും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. പിതാവിൽ നിന്ന് നാം സ്വീകരിച്ച കൽപ്പനകൾക്കനുസൃതമായി നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ വ്യാപരിക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. അല്ലയോ മഹതി, ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, ഒരു പുതിയ കൽപ്പനയായിട്ടല്ല, ആരംഭം മുതലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത്. നാം പരസ്പരം സ്നേഹിക്കണം. ഇതാണ് സ്നേഹം. നാം അവിടുത്തെ കൽപ്പന അനുസരിച്ച് നടക്കുക. കൽപ്പനയാകട്ടെ, ആദ്യം മുതലേ നിങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതും. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശുക്രിസ്തു മനുഷ്യശരീരം ധരിച്ച് വന്നുവെന്ന് സമ്മതിക്കാത്തവരാണ് അവർ. ഇങ്ങനെയുള്ളവരാണ് വഞ്ചകനും അന്ത്യക്രിസ്തുവും. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ നിഷ്ഫലമാക്കാതെ അത് പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കുക. ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുവനും ദൈവമില്ല. അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവ് പുത്രനും ഉണ്ട്. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികളാൽ
ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. ഇനി വളരെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതുവാനുണ്ട്. എങ്കിലും അതിന് കടലാസും മഷിയും ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാൽ നമ്മുടെ ആനന്ദം പൂർണ്ണമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് മുഖാഭിമുഖം സംസാരിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിയുടെ മക്കൾ നിന്നെ അഭിവാദനം ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം. സഭാശ്രേഷ്ഠനായ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായൂസിന് എഴുതുന്നത്. വത്സലഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് നീ ആരോഗ്യനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ സത്യമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് സഹോദരന്മാർ വന്ന് നിന്റെ സത്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാവുകയില്ല. വാത്സല്യഭാജനമേ, നീ സഹോദരന്മാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ്. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് പ്രീതികരമായ വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും. കാരണം അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വിജാതിരിൽ നിന്ന് അവർ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല. ആകയാൽ നാം സത്യത്തിൽ സഹപ്രവർത്തകരായിരിക്കേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചില കാര്യങ്ങൾ സഭയ്ക്ക് എഴുതിയിരിക്കുന്നു. എന്നാൽ പ്രഥമ സ്ഥാനം മോഹിക്കുന്ന ദിയത്രഫേസ് ഞങ്ങളുടെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല. അതിനാൽ ഞാൻ വന്നാൽ അവന്റെ ചെയ്തികളെ പറ്റി അവനെ അനുസ്മരിപ്പിക്കും. അവൻ ഞങ്ങൾക്കെതിരെ ദുഷിച്ച് സംസാരിക്കും. അതുകൊണ്ടും തൃപ്തരാകാതെ സഹോദരരെ അവൻ നിരസിക്കുന്നു. തന്നെയുമല്ല, അവരെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവരെ അവൻ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. വാത്സല്യഭാജനമേ, തിന്മയെ അനുകരിക്കരുത്, നന്മയെ അനുകരിക്കുക. നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ സ്വന്തമാണ്. തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല. തിമോഥെയോസിന് എല്ലാവരിൽ നിന്ന് സത്യത്തിൽ നിന്ന് തന്നെയും സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു. ഞങ്ങളും അവന് സാക്ഷ്യം നൽകുന്നു. ഞങ്ങളുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് വളരെയധികം കാര്യങ്ങൾ എഴുതാനുണ്ട്. എന്നാൽ അതെല്ലാം തൂലികയ്ക്കും മഷിയും കൊണ്ട് നിനക്ക് എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താമസിയാതെ നിന്നെ കാണണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മുഖാമുഖം നമുക്ക് സംസാരിക്കാം. നിനക്ക് സമാധാനം. സ്നേഹിതന്മാർ നിന്നെ അഭിവാദനം ചെയ്യുന്നു. എല്ലാ സ്നേഹിതരെയും പ്രത്യേകം അഭിവാദനം അറിയിക്കുക. യൂദാസ് എഴുതിയ ലേഖനം. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാസ്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെയും യേശുക്രിസ്തുവിന് വേണ്ടി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. നിങ്ങളിൽ കരുണയും സമാധാനവും സ്നേഹവും സമർത്ഥമായി ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന ഉപദേശങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നിരിക്കുന്നത്. പണ്ട് തന്നെ ശിക്ഷിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ചില ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. അവർ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ലപോലെ അറിയാമെങ്കിലും
ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കർത്താവ് വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു. സ്വന്തം നില മറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക. അതുപോലെ തന്നെ സോദോമിനെയും ഗോമോറയെയും അവയെ അനുകരിച്ച് ഭോഗാസക്തിയിലും വ്യഭിചാരത്തിലും മുഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു. സ്നേഹത്തിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ പറ്റി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കുവാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ടും മനസ്സിലാകുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാവുകയും ചെയ്യുന്നു. അവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ അവർ കായന്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ബാലാമിന്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർഭയം തിന്നുകുടിച്ച് മതിക്കുന്ന അവർ തങ്ങളുടെ സ്നേഹവിരുന്നുകൾക്ക് കളങ്കമാണ്. അവർ കാറ്റിനാൽ തുരുത്തപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ്. ഉണങ്ങി കടപുഴുകിയ ഫലശൂന്യമായ ശരത്കാല വൃക്ഷം പോലെയാണ്. അവർ തങ്ങളുടെ തന്നെ ലജ്ജയ്ക്ക് നുരയുയർത്തുന്ന ഉന്മത്ത തരംഗങ്ങളാണ്. വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങളാണ്. അവർക്ക് വേണ്ടി അന്ധകാരകൃത്യങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ആദത്തിൽ നിന്ന് 7-ാം തലമുറക്കാരനായ ഹെനോക്ക് പ്രവചിച്ചത് അവരെ കുറിച്ചാണ്. കണ്ടാലും കർത്താവ് തന്റെ വിശുദ്ധരുടെ 10,000 കൂടെ ആഗതനായിരിക്കുന്നു. എല്ലാവരുടെയും മേൽ വിധി നടത്തുവാനും സകല ദുഷ്ടരെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെയും പേരിലും തനിക്ക് എതിരായി പറഞ്ഞ എല്ലാ ക്രൂരവാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കാനും അവിടുന്ന് വന്നു. അവർ പിറുപിറുക്കുന്നവരും അതൃപ്തരും തങ്ങളുടെ ദുരാശകൾക്ക് നടക്കുന്നവരും വമ്പ് പറയുന്നവരും കാര്യസാധ്യത്തിന് വേണ്ടി മുഖസ്തുതി പറയുന്നവരുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ചഞ്ചലചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. മാംസദാഹത്താൽ കളങ്കിതമായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളുവാനും തൻ്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്തുവാനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകസ്തുതിയും മഹത്വവും
ശക്തിയും ആധിപത്യവും സർവകാലത്തിനു മുൻപും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യോഹന്നാൻ ലഭിച്ച വെളിപാട്. 1 ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തന്റെ ദാസർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. അവൻ തന്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് അത് വെളിപ്പെടുത്തി. അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിന്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി. ഈ വചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവന്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷികളും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതനും ആക്കുകയും ചെയ്യുന്നവനും മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുന്ന് കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരെയും അവനെ പ്രതി മാർത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്തു, ഞാൻ ആദ്യം അന്തവുമാണ്. നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവം സഹനത്തിലും യേശുവിൽ നിങ്ങളോടടുത്ത് പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെ കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന ദ്വീപിലായിരിക്കുന്നു. കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിനാൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെത് പോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഈ ഗ്രന്ഥത്തിൽ എഴുതി എഫേസോസ്, സ്മിർന, പെർഗമോസ്, തിയത്തീറ, സാർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സ്ഥലങ്ങളിലെ സഭയ്ക്ക് അയച്ചു കൊടുക്കുക. നിന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കുവാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സ്വർണ്ണനിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, മാറാടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവന്റെ ശിരസ്സും മുടിയുമൊക്കെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പി പോലെയും തവളം, നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചുളയിൽ ഉരുക്കിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റെതുപോലെ. അവന്റെ വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തു വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലവാൾ, വദനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലതു കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും, ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനായിരിക്കുന്നു. എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക. എൻ്റെ വലതു കൈയിൽ നീ കാണുന്ന
7 നക്ഷത്രങ്ങളുടെയും 7 സ്വർണ്ണ ദീപപീഠങ്ങളുടെയും രഹസ്യം ഇതാണ്. 7 നക്ഷത്രങ്ങൾ 7 സഭയുടെ ദൂതന്മാരുടെയും 7 ദീപപീഠങ്ങൾ 7 സഭയുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു. അധ്യായം 2. എഫേസസിലുള്ള സഭയുടെ ദൂതന് എഴുതുന്നത്. വലത് കൈയിൽ 7 നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരിൽ നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ച് നിൽക്കത്തക്ക കഴിവ് നിനക്കുണ്ട്. എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. എങ്കിലും നിനക്കെതിരെ എനിക്ക് പറയാനുണ്ട്. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ പാദപീഠം അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്യും. എന്നാൽ നിനക്ക് ഒരു ഗുണമുണ്ട്. നിക്കോളാവോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു. അവ ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭയോട് അരുളിച്ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പർദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. സ്മിർനായിലെ സഭയുടെ ദൂതന് എഴുതുന്നത്. ആദിയും അന്തവുമായവൻ, മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പറയുന്നു: നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം. എങ്കിലും നീ സമ്പന്നനാണ്. യഹൂദനെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താന്റെ സിനഗോഗായി വർദ്ധിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട്. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലാക്കിയിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ആത്മാവ് സഭകളോട് പറയുന്നു എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനായിരിക്കില്ല. പെർഗാമോസിലെ സഭയുടെ ദൂതന് എഴുതുന്നത്. മൂർച്ചയേറിയ ഇരുതലവാളുള്ള അവൻ പറയുന്നു: നീ എവിടെ വസിക്കുന്നുവെന്ന് എനിക്കറിയാം. സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. എങ്കിലും എന്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു. സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എന്റെ വിശ്വസാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും നിന്നോടുള്ള വിശ്വാസം നീ കൈവെടിഞ്ഞില്ല. എങ്കിലും നിനക്കെതിരെ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കുവാനും വ്യഭിചാരം ചെയ്യുവാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിന്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. അതുപോലെ തന്നെ നിക്കോളാവോസ് പക്ഷക്കാരുടെ പ്രബോധനങ്ങളെ മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട്. അതുകൊണ്ട് അനുദപിക്കുക. അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് നിന്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവനും ഞാൻ നിഗൂഢമന്ന നൽകും. അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും. അതിൽ ഒരു പുതിയ നാമം കുത്തിയിരിക്കുന്നു. അതിൽ നിന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. തിയത്തീറയിലെ സഭയുടെ ദൂതന് എഴുതുക. അഗ്നിഗോളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവദൂതൻ അരുളിച്ചെയ്യുന്നു: നിന്റെ പ്രവൃത്തികളെയും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയിക്കുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ
ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. എങ്കിലും നിനക്കെതിരായി എനിക്കൊന്നും പറയാനുണ്ട്. പ്രവചിക്കുക എന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എന്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. അനുദപിക്കുവാൻ ഞാൻ അവൾക്ക് അവസരം നൽകി. എന്നാൽ അവൾ തന്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കുവാൻ കൂട്ടാക്കിയില്ല. ഇതാ, ഞാൻ അവളെ രോഗശയ്യയിൽ തള്ളിയിരുന്നു. അവളുമായുള്ള വേഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോട് കൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. അവളുടെ മക്കളെയാകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും. ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാൻ എന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും. നിങ്ങൾ ഓരോരുത്തർക്കും പ്രവൃത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും. സാത്താന്റെ രഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി തിയത്തീറയിലെ ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മേൽ വേറെ ഭാരം ഞാൻ ചുമത്തുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെ ഞാൻ വരുവോളം മുറുകെ പിടിക്കും. വിജയം വരിക്കുന്നവന് അവസാനം വരെ എന്റെ പ്രവൃത്തികൾ ചെയ്യുവാനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇരുമ്പ് തണ്ടുകൊണ്ട് അവൻ അവരെ നയിക്കും, മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ പുലർക്കാല നക്ഷത്രം ഞാൻ അവന് നൽകും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സാർദീസിലെ അധ്യായം 3. സാർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. ദൈവത്തിന്റെ സപ്താത്മാക്കളും സപ്തധാരങ്ങളുമായവൻ പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുകയില്ല. അതുകൊണ്ട് നീ സ്വീകരിക്കുന്നതും കേട്ടതും എന്താണെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുന്നില്ല. എന്നാൽ വസ്ത്രങ്ങൾ മലിനമായിട്ടില്ലാത്തവരായി കുറെ പേർ സാർദീസിൽ എനിക്കുണ്ട്. അവർ ധവളവസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും. അവർ അതിന് യോഗ്യരാണ്. വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുന്നില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവന്റെ നാമം ഞാൻ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലാദെൽഫ്യയിലെ സഭയുടെ ദൂതന് എഴുതുക. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തക്കവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ, നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. ഇതാ, യഹൂദരെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താന്റെ സിനഗോഗിലുള്ള ചിലർ, അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടുവിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്ന് എൻ്റെ വചനം നീ കാത്തു. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കുവാൻ
നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമം ദൈവസന്നിധിയിൽ നിന്നും സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയാധീനനും ദരിദ്രനും അന്ധനും നഗ്നനും ആണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണെഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവരാകുക, അനുദപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിനുശേഷം അധ്യായം 4. അതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ. ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മാനുഭൂതിയിൽ ലയിച്ചു. ഇതാ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു. സിംഹാസനത്തിന് ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു. ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ. അവയിൽ ധവളവസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ. ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിന് മുൻപിൽ ഒരു പളുങ്കുകടൽ. സിംഹാസനത്തിന്റെ മധ്യത്തിലും ചുറ്റിലുമായി 4 ജീവികൾ. അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ, രണ്ടാമത്തേത് കാളയെ പോലെ, മൂന്നാമത്തേതിന് മനുഷ്യൻ്റേത് പോലെയുള്ള മുഖം, നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം. ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപ്പകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം